നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ബ്രസീലിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞു കഴിഞ്ഞു, ഇനി പുതിയ ടീമാണ്, പുതിയ താരങ്ങളാണ്, യുവതാരങ്ങളാണ് കൂടുതലായി ഉണ്ടാവുക. വളരെ കുറച്ച് എക്സ്പീരിയൻസ്ഡായ ആളുകളെ ഉണ്ടാവുള്ളൂ. ഇനി പുതിയ താരങ്ങളായിരിക്കും ബ്രസീൽ ടീമിൽ ഉണ്ടാവുക. അക്കാര്യം ഔദ്യോഗികമായി തന്നെ CBF, അതായത് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷനായ CBFും വളരെ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടി ഇതുമായി ബന്ധപ്പെട്ട് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്തുള്ള മുഴുവൻ ആളുകളുമായും ഒരു കോർ ടീമുണ്ട്, അവരുമായി ഒരു കോർ ഗ്രൂപ്പുണ്ട്, അവരെല്ലാവരുമായി ചർച്ചകൾ നടത്തി കഴിഞ്ഞു. ഇനി പുതിയ താരങ്ങളെ കൊണ്ടുവരികയും 2028 കോപ്പ അമേരിക്കയിലേക്കും 2030 ലോകകപ്പിലേക്കുമുള്ള പുതിയൊരു ടീമിനെ അണിയിച്ചൊരുക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി ലക്ഷ്യമിടുന്നത്. അതിനു മുമ്പ് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുണ്ട്. ഈ മത്സരങ്ങൾക്ക് വേണ്ട ടീമിനെ അങ്ങനെ ഇനിയൊരു 2 വർഷം കോപ്പ അമേരിക്കയിലേക്കുണ്ട്. അതിനുള്ളിൽ പുതിയ മിടുക്കന്മാരെ കൊണ്ടുവന്ന് ടീമിനെ സെറ്റാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് എന്ന് നന്നായി കാർലോ ആഞ്ചലോട്ടിയെ പോലെ അനുഭവ സമ്പത്തുള്ള ഒരു കോച്ചിന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇനി പുതിയ മിടുക്കന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നതിലും അവർക്ക് ദേശീയ ടീമിൽ പരിചയം, അനുഭവ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയും അങ്ങനെ മികച്ച ഒരു ടീമിനെ അടുത്ത ലോകകപ്പ് നേടാൻ പാകത്തിലുള്ള, കോപ്പ അമേരിക്ക നേടാൻ പാകത്തിലുള്ള മികച്ച ടീമിനെ ഒരുക്കുക എന്ന് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ ദേശീയ ടീമിനൊപ്പം യൂത്ത് ടീമിനെ, അതായത് ബ്രസീലിൻ്റെ യൂത്ത് ടീമിനെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാനും അവർക്ക് യൂത്ത് ടീമിലെ പ്ലേയേഴ്സിന്, കളിക്കാർക്ക് കൂടുതൽ അനുഭവ സമ്പത്ത് ദേശീയ ടീമിനൊപ്പം കളിച്ചും ദേശീയ ടീമിലെ കളിക്കാരുമായി ഇടപഴകി പരസ്പരം കൊടുത്തും വാങ്ങിയും ടിപ്സ് കൊടുത്തും വാങ്ങിയും പരിചയിക്കാനുള്ള അവസരവും ഉണ്ടാക്കുക എന്നതും കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ദേശീയ ടീമും യൂത്ത് ടീമും സ്ഥിരമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് പരസ്പരം മനസ്സിലാക്കി എങ്ങനെയാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ എന്നതെല്ലാം മനസ്സിലാക്കി കളിപ്പിക്കുകയും അങ്ങനെ ഒരു നിരയ്ക്കൊപ്പം മറ്റൊരു നിരയെ കൂടി, യൂത്തിലുള്ള മിടുക്കന്മാരെ കൂടിയും ദേശീയ ടീമിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഉള്ള ഒരു കോച്ചിങ് ആണ് ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് കാർലോ ആഞ്ചലോട്ടി വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി മികച്ച ഒരു പുതിയ ടീമിനെ ഉണ്ടാക്കുകയും ഒരു ചാമ്പ്യൻ ടീമിനെ ഉണ്ടാക്കുകയുമാണ് തൻ്റെ ലക്ഷ്യമെന്ന് കാർലോ ആഞ്ചലോട്ടിയും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷനായ CBFും വളരെ ഔദ്യോഗികമായി തന്നെ, ഒഫീഷ്യലായി തന്നെ ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു പുതിയ ബ്രസീൽ ടീമിനുമായുള്ള കാത്തിരിപ്പാണ് ആരാധകർക്ക്.